ലോകകപ്പിനുള്ള ഇന്ത്യൻ 11 പ്രഖ്യാപിക്കുമ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്ന ഇഷാൻ ഇപ്പോൾ എതിരാളികൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇഷാൻ വീണതിന് ശേഷം റൺ റേറ്റ് കുത്തനെ ഇടിഞ്ഞു. തിലക് വർമ്മയും സൂര്യകുമാർ യാദവുമൊക്കെ പലപ്പോഴും ക്ലൂലെസ് ആയിരുന്നു. താങ്ക്സ് ടു ശിവൻ ദുബെ ആൻഡ് റിങ്കു സിംഗ്. അവസാന ഓവറുകളിൽ ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിച്ചത് അവർ ഇരുവരുമാണ്. കൊളംബോയിലെ കണ്ടീഷനിൽ അതൊരു മികച്ച സ്കോർ തന്നെയായിരുന്നു. ആദ്യ പന്തിൽ സായ് മയൂവിന് വിക്കറ്റ് നൽകി കയറിപ്പോകുമ്പോൾ തനിക്കെതിരെ വടിയോങ്ങി നിന്നവർക്ക് ഹാർദിക് അധികം സമയം കൊടുത്തില്ല. ആദ്യ ഓവറിൽ തന്നെ സാഹിബ്സാദ ഫർഹാൻ വട്ടപൂജ്യത്തിന് സുരക്ഷിതമായി ഡ്രസ്സിംഗ് റൂമിലെത്തി. അല്ല, ജസ്പ്രീത് ബുംറ വരും വരെ കാത്തിരിക്കുന്നില്ലേ? ഇക്കുറി ഗ്യാലറിയിലേക്ക് തോക്ക് ചൂണ്ടണ്ടേ? ഹാർദിക് അതിനൊന്നും സമയം കൊടുത്തില്ല. അടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ സ്ട്രൈക്കിൽ പണ്ടാരോ ബുംറയുടെ 6 പന്തും അതിർത്തി കടത്താൻ കെൽപ്പുള്ളവൻ എന്ന് പറഞ്ഞ സായ് മയൂബ്. ബുംറയുടെ ആദ്യ പന്ത് ഗ്യാലറിയിലേക്ക് പായുന്നത് കണ്ട് ആരെങ്കിലും തരിച്ചിരുന്ന് കാണുമോ? ഒന്ന് സ്ലോ മോഷൻ ഇടൂ. പന്ത് അറിയാതെ ബാറ്റിൽ കൊണ്ടങ്ങ് പോയതാണ്. അടുത്ത പന്തിൽ സായിബ് വീണു. അതൊക്കെയാണ് തീയുണ്ട. അതേ ഓവറിൽ ക്യാപ്റ്റൻ സൽമാൻ ആഗയെയും കൂടാരത്തിലെത്തിച്ചു ബുംറ. സമീപകാലത്ത് പാകിസ്ഥാന് വേണ്ടി നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗയുടേത് ഒരു നിർണായക വിക്കറ്റ് തന്നെയായിരുന്നു. എന്നാൽ ബുംറ അത് മതിമറന്ന് ആഘോഷിക്കാനൊന്നും നിന്നില്ല. 5ാം ഓവർ എറിയാനെത്തിയ അക്സർ പട്ടേൽ ബാബർ അസമിൻ്റെ കുട്ടി തെറിപ്പിക്കുന്നു. അതിപ്പോൾ ഒരു സാധാരണ കാര്യമായതുകൊണ്ട് പ്രശ്നമില്ല. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 34-4 എന്ന നിലയിൽ തകർന്നടിഞ്ഞു പാക് നിര. പവർ പ്ലേയിൽ പാകിസ്ഥാനായി 5 ഓവർ എറിഞ്ഞത് സ്പിന്നർമാരാണെങ്കിൽ ഇന്ത്യക്കായി ആദ്യ 4 ഓവറും എറിഞ്ഞു തീർത്തത് ഹാർദിക്കും ബുംറയും ചേർന്നാണ്. ആ ഓവറുകളിൽ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ ഖാൻ ഒന്ന് പൊരുതു നോക്കിയതൊഴിച്ചാൽ കൊളംബോയിൽ പിന്നെ എല്ലാം ഇന്ത്യയുടെ ദിശയിലാണ് ഒഴുകിയത്. 7 പാക് ബാറ്റർമാർ 2 അക്കം പോലും കാണാതെ പുറത്തായി. അതിൽ 3 പേർ സംപൂജ്യരായി മടങ്ങി. ഇന്ത്യക്ക് 20 ഓവർ തികച്ചെറിയേണ്ടി വന്നതുപോലുമില്ല. 18 ഓവറിൽ കഥ തീർത്ത് കയ്യിൽ കൊടുത്തു ഇന്ത്യ. റിങ്കു സിംഗ് ഒഴികെ പന്തെറിഞ്ഞവർക്കൊക്കെ വിക്കറ്റ്. അതിൽ 4 പേർക്ക് 2 എണ്ണം വീതം. ദ ഡൊമിനേഷൻ കണ്ടിന്യൂസ്. മത്സരത്തിന് ശേഷം ഷാഹിദ് അഫ്രീദിയുടെ സ്വരം കടുത്തു. ബാബറിനെയും ഷഹീനെയും ഷതാബിനെയും ഒക്കെ എടുത്ത് പുറത്തുടൂ എന്നയാൾ തുറന്നടിച്ചു. നമീബിയക്കെതിരെ ഈ സോ കോൾഡ് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ബെഞ്ചിലിരുത്തി യങ്സ്റ്റേഴ്സിന് അവസരം നൽകണമെന്നാണ് അഫ്രീദി പറയുന്നത്. ഇങ്ങനെ തോൽക്കുന്നതിനേക്കാൾ നല്ലത് ബഹിഷ്കരണമായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവെ പാക് ആരാധകർക്കിടയിലുണ്ട്. TV തല്ലിപ്പൊട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണല്ലോ. നമ്മൾ ഈ ചിത്രത്തിലില്ല.